സംടൈംസ് മൈ aunt comes to see me. ഈ സെന്റൻസ് ശരിയാണോ? അല്ല. പിന്നെങ്ങനെയാ? മൈ aunt sometimes comes to see me. എൻ്റെ ആൻറ്റി ചിലപ്പോഴെല്ലാം എന്നെ കാണാൻ വരാറുണ്ട്. ഓക്കെ, ഇവിടെ സംടൈംസ് എന്നുള്ളത് അഡ്വേർബ് ആണ്. ഇത് ക്രിയയ്ക്ക് മുൻപ് നമ്മൾ ചേർക്കണം. ഇവിടെ കംസ് എന്നുള്ളതാണ് ക്രിയ. വരാറുണ്ട് കംസ്. ഇതിന് മുൻപിൽ നമ്മൾ സംടൈംസ് ചേർക്കണം സബ്ജക്റ്റിന് ശേഷം. സോ മൈ aunt sometimes comes to see me. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐ ഗോ ഹോം ഓഫൺ ഓൺ വീക്കെൻഡ്സ്. അത് ശരിയാണോ? അല്ല. പിന്നെങ്ങനെയാ? ഐ ഓഫൺ ഗോ ഹോം ഓൺ വീക്കെൻഡ്സ്. ഞാൻ പലപ്പോഴും വീട്ടിൽ പോകാറുണ്ട്. എപ്പോൾ? വീക്കെൻഡ്സിൽ, വാരാന്ത്യങ്ങളിൽ ഞാൻ പലപ്പോഴും വീട്ടിൽ പോകാറുണ്ട്. ഇവിടെ ഗോ എന്നുള്ളതാണ് വേർബ്. അതിനു മുൻപ് നമ്മൾ ഓഫൺ ചേർക്കണം. ഐ എന്നുള്ളത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബിന് മുൻപായിട്ട് നമ്മൾ ഓഫൺ ചേർക്കുക. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ഐ ഫ്രീക്വൻലി വിസിറ്റ് ഹെർ. ഞാൻ പലപ്പോഴായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫ്രീക്വൻലി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവളെ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. വിസിറ്റ് എന്നുള്ളതാണ് ഇവിടെ വേർബ്. അതിന് മുൻപിലായിട്ട് നമ്മൾ ഫ്രീക്വൻലി ചേർത്തു. സോ ഐ ഫ്രീക്വൻലി വിസിറ്റ് ഹെർ. ഓൾവേസ്, എവർ, ഓഫൺ, നെവർ, സംടൈംസ്, ഫ്രീക്വൻലി തുടങ്ങിയ സമയത്തെ കാണിക്കുന്ന ക്രിയാവിശേഷണങ്ങൾ അല്ലെങ്കിൽ അഡ്വേർബ് ക്രിയയുടെ മുൻപ് ചേർക്കണം. ക്രിയാവിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്വേർബ് ആണ്. ഏതൊക്കെ? ഓൾവേസ്, എവർ, ഓഫൺ, നെവർ, സംടൈംസ്, ഫ്രീക്വൻലി. ഇതെല്ലാം നമ്മൾ ക്രിയയുടെ മുൻവശത്ത് ചേർക്കണം. ഓക്കെ.